ഇന്നത്തെ സുപ്രധാനമായിട്ടുള്ള വാർത്ത ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കാരെ നാടുകടത്തുന്നു എന്നുള്ളതാണ്. 250 ഇന്ത്യക്കാരുള്ള വിമാനം അമൃത്സറിൽ വന്നിറങ്ങും എന്ന വാർത്ത രാവിലെ മുതൽ എല്ലാ മാധ്യമങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനിടയിൽ വരുന്ന മറ്റൊരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യക്കാരും, അതായത് ഇന്ത്യയിലുള്ള നമ്മുടെ കേന്ദ്ര സർക്കാരും ഇത്തരത്തിൽ ഒരു വമ്പൻ നാടുകടത്തലിനായി നീക്കം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഡൊണാൾഡ് ട്രംപിന്റെ അതേ പാത പിന്തുടർന്നുകൊണ്ട് പല രാജ്യങ്ങളും നാടുകടത്താനായി പല ആൾക്കാരെയും അവർ നാടുകടത്താനായി തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കേട്ടത് കഴിഞ്ഞ ദിവസം സൗദി അറേബ്യ 21,000 പേരെ അറസ്റ്റ് ചെയ്തു. ഇതിൽ 10,000 പേരെ നാടുകടത്തി എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു ദിവസം കൊണ്ടാണ് സൗദി അറേബ്യ ഇത്രയും വിഷയങ്ങളൊക്കെ അവിടെ ചെയ്തു തീർത്തത് എന്നുള്ളതാണ്. മുക്കിലും മൂലയിലും ഓപ്പറേഷൻ നടക്കുന്നു എന്നുള്ളതാണ്. ഡൊണാൾഡ് ട്രംപും അമേരിക്കയിൽ മുക്കിലും മൂലയിലും അരിച്ചു പറക്കുകയാണ്. ഗുരുദ്വാരകൾ വരെ ഡൊണാൾഡ് ട്രംപ് കയറി ഇറങ്ങി ഇപ്പോൾ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടുപിടിക്കാനുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞു. ലിബിയ എന്ന് പറയുന്ന രാജ്യവും അങ്ങനെയുള്ള പല രാജ്യങ്ങളും ഇപ്പോൾ ബംഗ്ലാദേശികളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. അവിടെ നിന്നും അവരെ പുറത്താക്കാനുള്ള നീക്കവും അവർ തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ ലോകമെമ്പാടും യൂറോപ്പിൽ നിന്നടക്കം ഇപ്പോൾ കുടിയേറ്റക്കാരെ ഒഴിപ്പിച്ചു കളയാനുള്ള വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. ഇന്ത്യയിൽ കുടിയേറ്റക്കാർ എത്രയധികം ഉണ്ട്, അതായത് അനധികൃതമായി കുടിയേറിയ ആൾക്കാർ, അധികൃതമായി വന്നവർ പോട്ടെ, അനധികൃതമായി കുടിയേറിയ ആൾക്കാർ എത്രയധികമുണ്ട് എന്ന ചോദ്യത്തിന് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 1 കോടി ആൾക്കാർ ഇന്ത്യയിൽ അനധികൃതമായി താമസിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇതിൽ ഭൂരിഭാഗം റോഹിംഗ്യൻ തൊഴിലാളികളാണ്, റോഹിംഗ്യൻ മുസ്ലിങ്ങളുമാണ്. ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ കുടിയേറി താമസിക്കുമ്പോൾ ഇവരെ എങ്ങോട്ടേക്ക് പറഞ്ഞയക്കും എന്നുള്ള ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയെ കുഴക്കുന്നത്. ഇന്ത്യയെ എന്ന് പറയുന്ന രാജ്യം, അമേരിക്ക, ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലേക്ക് ഇന്ത്യക്കാരെ കയറ്റി അയക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇരു കൈ നീട്ടി സ്വീകരിച്ചു. എന്നാൽ നമ്മൾ വേറെ ഏതെങ്കിലും രാജ്യത്തിനോട് നിങ്ങളുടെ അനധികൃത കുടിയേറ്റക്കാർ ഇവിടെയുണ്ട്, അവരെ കൊണ്ടുപോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവില്ല. ഉദാഹരണം ബംഗ്ലാദേശാണ്. കാരണം ഇത്രയധികം ബംഗ്ലാദേശ് ഇവിടെ ഉണ്ട്, അങ്ങോട്ടേക്ക് നമ്മൾ നാട് കടത്താമെന്ന് പറയുമ്പോൾ ബംഗ്ലാദേശ് പറയുന്നത് ഇങ്ങോട്ടേക്ക് അയക്കരുത് എന്നാണ്. അതുപോലെ തന്നെ ഈ റോഹിംഗ്യൻസിനെ എവിടെ ഉണ്ടാക്കും എന്നുള്ളത് കാര്യത്തിൽ യാതൊരുവിധ തീരുമാനവുമില്ല. റുവാണ്ട പോലെയുള്ള ദ്വീപുകൾ സെറ്റ് ചെയ്ത് അങ്ങോട്ടേക്ക് പറഞ്ഞയക്കാം എന്നുള്ളത് മാത്രമാണ് ഏക പ്രതിവിധി എന്ന് പറയുന്നത്. പക്ഷേ അതിൽ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന മറുവാദവും ഉയരുന്നുണ്ട്. കേരളത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഇപ്പോൾ കേരളം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ വിവിധ ജോലികൾക്കായി അന്യസംസ്ഥാന തൊഴിലാളികളെയാണ് മലയാളികൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന അവരായതുകൊണ്ട് തന്നെ നിർമ്മാണ മേഖല മുതൽ തട്ടുകട വരെ ഇന്ന് ഭായിമാരെ കൊണ്ട് നിറഞ്ഞ ഒരു അവസ്ഥയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അടുത്ത കാലത്തായി കേരളത്തിലേക്ക് അന്യസംസ്ഥാന തൊഴിലാളികൾ വരുമ്പോൾ നമ്മുടെ പോലീസ് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ആ അന്യസംസ്ഥാന തൊഴിലാളികളിൽ നിന്ന് ബംഗ്ലാദേശികളെ പുറത്താക്കുക എന്നുള്ളതാണ്. ബംഗ്ലാദേശികൾ അനധികൃതമായി ഇവിടെ വന്ന് ഇന്ത്യക്കാരെന്ന പേരിൽ വലിയ രീതിയിൽ കേരളത്തിൽ താമസിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ദിവസം മഞ്ഞത്ത് ഇത്തരത്തിൽ നുഴഞ്ഞു കയറി 27 ബംഗ്ലാദേശികളെയാണ് പോലീസ് പിടികൂടിയത്. ഇത്രയും അധികം വിദേശികളെ പിടികൂടുന്നതിലൂടെ അന്യസംസ്ഥാനത്ത് നിന്ന് എത്തുന്നതിൽ ഒറിജിനൽ ഏത് വ്യാജൻ ഏത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മുടെ കേരളം പോലും ഉള്ളത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. വ്യാജമായി ആധാർ കാർഡ് വരെ നിർമ്മിച്ചാണ് ഇവരുടെ വരവ്. കഴിഞ്ഞ ദിവസം ഒരു ബംഗ്ലാദേശിയുടെ കയ്യിൽ നിന്ന് ഒറിജിനൽ ആധാർ കാർഡ് പിടിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഇവരുടെ ഒരു കേന്ദ്രമായി മാറുകയാണ് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ. അങ്ങനെ ഇന്ത്യക്ക് പുറത്താക്കാനാണെങ്കിൽ 1 കോടി ആൾക്കാരെ പുറത്താക്കാം എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.